ഏത് തലമുറക്കാർക്കും ആസ്വദിക്കാവുന്ന വിഭവങ്ങൾ ഒരുക്കി കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചക്കമേള. രുചിയൂറും പോഷകസമ്പന്നവുമായ 120 ചക്ക വിഭവങ്ങളാണ് സ്കൂളിലെ സീഡ് ക്ലബ്ബ് ആഭിമുഖ്യത്തിൽ തയ്യാറാക്കി പ്രദർശിപ്പിച്ചത്. ഷിബു തെക്കുംപുറം MLA ചക്കമേള ഉദ്ഘാടനം ചെയ്തു. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിച്ചത്. ജെൻ എക്സ് മുതൽ ജെൻ ആൽഫ വരെയുള്ള എല്ലാ തലമുറകൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന വിഭവങ്ങളാണ് കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചക്കമേളയിൽ പ്രദർശിപ്പിച്ചത്. ചക്ക ബർഫി, ചക്കപ്പഴ സലാഡ്, പിടി, ഹൽവ, ഉപ്പുമാവ്, അച്ചാറ് പോലും അതീവ രുചികരമായി ചക്ക കൊണ്ട് തയ്യാറാക്കിയിരുന്നു. ചക്കയുടെ പശയൊഴികെ എല്ലാം ഭക്ഷ്യയോഗ്യമാണെന്ന് സംഘാടകരായ സീഡ് ക്ലബിൻ്റെ കോർഡിനേറ്റർ ഷെല്ലി പീറ്റർ പറഞ്ഞു. നമുക്ക് സുലഭമായി ലഭിക്കുന്ന ചക്ക മലയാളി വേണ്ടത്ര പരിഗണനയോ പ്രാധാന്യമോ കൊടുക്കുന്നില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചക്കച്ചുള, ചക്കക്കുരു ഇവ കൂടാതെ ചക്കക്കൂഞ്ഞി, ചക്കമടൽ, ചക്കക്കുരു പാട, ചക്കച്ചവണി ഇവ കൊണ്ടൊക്കെ വൈവിധ്യമാർന്ന രുചിയേറുന്ന ധാരാളം ന്യൂജൻ വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന ബോധ്യം ഈ മേളയിലൂടെ ഉണ്ടായി. എന്തിനേറെ ചക്കക്കുരു ചക്ക മുള്ളു പോലും ഉണക്കിയാൽ നല്ല ഒരു ദാഹശമനിയാവും. ഏകദേശം 120-ൽ പരം ചക്ക വിഭവങ്ങളാണ് ഇന്ന് ഇവിടെ കുട്ടികൾ കൊണ്ടുവന്നിട്ടുള്ളത്. കുട്ടികളെല്ലാവരും വളരെ ആവേശത്തിലാണ്, കൂടെ ഞങ്ങളും. 120 വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് സീഡ് ക്ലബ്ബ് ചക്കമേള സംഘടിപ്പിച്ചത്. ചക്കയുടെ മുള്ളുകൊണ്ടുള്ള ദാഹശമനി പോലും തയ്യാറാക്കിയിരുന്നു. ചക്കച്ചവണി, പാട, കൂഞ്ഞിൽ, മടൽ എന്നിവയെല്ലാം സ്വാദിഷ്ടവും പോഷകസമ്പന്നവുമായ വിഭവങ്ങളായി മാറി. മാതാപിതാക്കൾക്കൊപ്പം ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനത്തിലാണ് സീഡ് ക്ലബ്ബിലെ അംഗങ്ങളായ കുട്ടികൾ. ചക്ക വിഭവങ്ങളെല്ലാം ഒന്നിനൊന്ന് രുചികരമാണെന്നാണ് കുട്ടികളുടെയും അഭിപ്രായം. ചക്കയുടെ സമൃദ്ധിയൊക്കെ മനസ്സിലാക്കാനും പിന്നെ കൃഷിക്കാർക്ക് ഇത്തരം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ലാഭമൊക്കെ ആവുമല്ലോ, അതുകൊണ്ട്. ചക്കയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള ഒരു സാധനം അറിയാമോ? വിറ്റാമിൻ സി ഉണ്ട്. പിന്നെ ഒരു സാധനവും കൂടി ഉണ്ട്, B6, പിന്നെ ഫൈബർ ഉണ്ട് അല്ലേ? വീട്ടിലൊക്കെ വെച്ച് ഇതിനു മുമ്പ് ചക്ക പുഴുങ്ങിയതൊക്കെ കഴിക്കാറുണ്ടായിരുന്നോ? മോള് കഴിക്കാറുണ്ടായിരുന്നോ ചക്ക പുഴുങ്ങിയത്? നേരാണോ? ചക്കപ്പഴം കഴിക്കാറുണ്ടായിരുന്നോ? ചക്കപ്പഴവും കഴിക്കാറുണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവന്നതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉൽപ്പന്നം ഏതാ? ബർഫി, പിന്നെ ബർഫി, പുട്ട്, അങ്ങനെ അതൊക്കെ ഇഷ്ടം. ഇത് ഉണ്ടാക്കാൻ അറിയാവോ? കുറച്ച് ഉണ്ടാക്കാൻ അറിയാം. ഹെൽപ്പ് ചെയ്തൊക്കെ ഉണ്ടാക്കാൻ. ഇനി വീട്ടിൽ ചെന്ന് ഇതൊക്കെ ഉണ്ടാക്കാൻ കാരണന്മാരോട് പറയുമോ? പേരൻസിനോട് പറയും. അവർക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാലോ? എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കും. ഏതെങ്കിലും കഴിച്ചു നോക്കിയോ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെച്ചാൽ അച്ചാറൊക്കെ ഇഷ്ടപ്പെട്ടു. പുട്ടൊക്കെ കഴിച്ചു. പ്ലാവിനങ്ങൾ, ചക്ക മഹാത്മ്യം, ചക്കയുമായി ബന്ധപ്പെട്ട രചനകൾ, സ്ഥലനാമം, പാട്ട്, പോസ്റ്റർ എന്നിവയുടെ പ്രദർശനം വിജ്ഞാനപ്രദവുമായി. ചക്ക പാഴാക്കി കളയേണ്ട വിഭവമല്ല എന്ന് ബോധ്യപ്പെടുത്തിയാണ് ലക്ഷ്യമെന്ന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ് പറഞ്ഞു. ഇന്നത്തെ ഈ പ്രവർത്തനത്തിന് ഒത്തിരി സവിശേഷതകളുണ്ട്. ചക്ക എന്ന് പറയുന്ന ആ ഒരു ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഭക്ഷ്യവിഭവം എത്രമാത്രം കുട്ടികളിലൂടെ ഇത് ഏകദേശം 100ഓളം വിഭവങ്ങളാണ് ഇന്ന് ഈ കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്നത്. തീർച്ചയായും ഒരു സംസ്കാരത്തിൻ്റെ ഒരു ചൂണ്ടിക്കാണിക്കലാണിത്. നമ്മളുടെ ഈ പ്രകൃതി വിഭവത്തെ എത്ര നല്ല രീതിയിൽ ഉപയോഗിക്കാം, കുട്ടികളിലും കൂടെയും പ്രകൃതിയെയും പരിസരത്തെയും ഒക്കെ തൊട്ടറിയാനുള്ള ഒരു മനസ്സ്, അതാണ് സീഡ് ക്ലബ്ബ് അർത്ഥമാക്കുന്നത്. ഇവിടെ ഈ പ്രവർത്തനത്തിലൂടെയും അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. നിരവധി കുട്ടികളും അവരുടെ പേരൻസും അധ്യാപകരും എല്ലാവരും സജീവമായി ഇതിൽ പങ്കെടുത്തു. തനതായ കേരളത്തിൻ്റെ സംസ്കാരത്തെ തീർച്ചയായും ഇതുവഴി വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് ഞങ്ങൾക്ക് ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട് ആ കാര്യത്തിൽ. ചക്കമേള കൃഷി അധിഷ്ഠിതമായ വ്യവസായങ്ങളുടെ സാധ്യതകളാണ് വ്യക്തമാക്കുന്നതെന്ന് മേള ഉദ്ഘാടനം ചെയ്ത ഷിബു തെക്കുംപുറം MLA അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ ചക്കമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. 100ഓളം വിഭവങ്ങളാണ് ചക്ക കൊണ്ട് ഇവിടെ ഉണ്ടാക്കി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പല വിഭവങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കി. അത്രമാത്രം സ്വാദിഷ്ടമാണ് ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ. പിടിയുണ്ട്, അച്ചാറുണ്ട്, ഉണ്ടയുണ്ട്, അവലോസ് കൂടിയുണ്ട്. അങ്ങനെ വൈവിധ്യമാർന്ന നിരവധി ഉൽപ്പന്നങ്ങൾ ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ വലിയ സന്ദേശമാണ് ഈ ചക്കമേള നൽകുന്നത്. ചക്കയെ നമുക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് കൂടുതൽ മുന്നോട്ട് പോകണം. വലിയ സാധ്യതകളുള്ള ഒരു വൃക്ഷമാണ് പ്ലാവ്. അപ്പോൾ പ്ലാവിൽ നിന്നുണ്ടാകുന്ന ചക്ക തീർച്ചയായും നമ്മുടെ നാട്ടിലെ മികച്ച ഭക്ഷ്യ ഉൽപ്പന്നമാക്കി മാറ്റുവാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഈ
ചക്കമേള നമുക്ക് കരുത്ത് പകരുന്നു. MLA എന്ന നിലയ്ക്ക് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ചക്കയുടെ വിപണനം കൂടുതൽ സാധ്യമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മുടെ നിയോജനമണ്ഡലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു അറിയിക്കുന്നു. സ്കൂൾ മാനേജർ ലാൽ വർഗീസ്, സീനിയർ അധ്യാപകരായ ബിന്ദു MB, ജോമി വർഗീസ്, മാതാപിതാക്കൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.